PM കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റുന്ന സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് കേരള അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രിയുടെ പോർട്ടൽ വഴി നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനോടകം ഫാർമർ രജിസ്ട്രി ചെയ്തിട്ടുള്ളവർ നിലവിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടതുമാണ്. നിങ്ങളുടെ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അതിനായി ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ കേരള ഫാർമർ രജിസ്ട്രി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. കേരള ഫാർമർ രജിസ്ട്രി എന്ന് തന്നെ സെർച്ച് ചെയ്യണം. ഫാർമർ രജിസ്ട്രി എന്നോ അഗ്രിസ്റ്റാക്ക് എന്നോ ഒക്കെ സെർച്ച് ചെയ്താൽ മഹാരാഷ്ട്രയുടെ മറ്റും പോർട്ടലിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതാണ് കേരള ഫാർമർ രജിസ്ട്രിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് മുകളിൽ ഡാഷ്ബോർഡ്, ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ്, ലോഗിൻ വിത്ത് CSC എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ആധാർ നമ്പർ, എൻറോൾമെൻറ്റ് ID, ഫാർമർ ID ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമ്മുടെ ആധാർ നമ്പർ തെറ്റാതെ കൃത്യമായി ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തൊട്ട് താഴെ നമ്മുടെ ആധാർ നമ്പർ, പേര്, നമ്മൾ ഫാർമർ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത ഡേറ്റും സമയവും, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഫാർമർ ID അണ്ടർ അപ്രൂവൽ പ്രോസസ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്രൂവൽ ആണെങ്കിൽ അവിടെ ഫാർമർ ID ആയിരിക്കും കാണിക്കുന്നത്. അടുത്തത് ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ആണ്. അവിടെ രജിസ്റ്റേർഡ് ആക്റ്റീവ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഫാർമർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് രജിസ്റ്റേർഡ് എന്നായിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇതുവരെ ഫാർമർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത്. അടുത്തത് അപ്രൂവൽ സ്റ്റാറ്റസ് ആണ്. പെൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ അപ്രൂവൽ ആകുവാണെങ്കിൽ അപ്രൂവ്ഡ് എന്നും റിജക്റ്റ് ആണെങ്കിൽ റിജക്റ്റഡ് എന്നും കാണിക്കും. അടുത്തത് അപ്രൂവൽ ഓർ റിജക്ഷൻ ഡേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ അപ്രൂവ്ഡ് ആകുവാണെങ്കിൽ ആ ഡേറ്റ്, റിജക്ഷൻ ചെയ്യുവാണെങ്കിൽ ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് റീമാർക്സ് ആണ്. അപ്രൂവൽ ആകുവാണെങ്കിൽ അവിടെ ഒന്നും കാണിക്കില്ല. റിജക്ഷൻ ആണെങ്കിൽ റിജക്ഷനുള്ള റീസൺ അവിടെ കാണിക്കും. അപ്പോൾ ഫാർമർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഫാർമർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർക്കും ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം, ഇവിടെ അപ്രൂവ്ഡോ പെൻഡിങ്ങോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം റിജക്ഷൻ ആണെങ്കിൽ അവിടെ റിജക്ഷൻ്റെ റീസൺ കാണിക്കും. അതെന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾക്കായിട്ട് ഡിജിറ്റൽ മീഡിയ ഓൺലൈൻ സർവീസസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്